ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ള ചായകളൊക്കെ കുടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി തന്തൂരി ചായൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതേ കപ്പിൽ തന്നെ 1 കപ്പ് പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഇതുപോലെ ചെറിയൊരു 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പട്ടയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പാലും വെള്ളവും കൂടെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ചായപ്പൊടി കടുപ്പത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിത് അരിച്ചിട്ട് ഒരു കപ്പിലേക്ക് ഒഴിച്ചു വെക്കാം. ഇനി നമുക്കിതിനെ തന്തൂരി ചായ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലുള്ള ചെറിയ 2 മൺകുട എടുത്തിട്ടുണ്ട്. 1 കപ്പ് അളവിലുള്ള ചായ കൊള്ളുന്ന മൺകലാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമുക്കിത് സ്റ്റൗ കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അല്ലെങ്കിൽ വിറകടുപ്പിൽ കനലിൽ വെച്ചിട്ടും ഇത് ചൂടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കനലൊന്നും എപ്പോഴും എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുത്താലും മതി. കുറച്ച് കൂടുതൽ സമയം വെക്കണം എന്നുള്ളൂ ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കാതിരിക്കാവും നല്ലത്. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ചിലപ്പം ഈ ഒരു പാത്രം പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറംഭാഗമൊക്കെ മൊത്തത്തിൽ കരി പിടിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മൺപാത്രം ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചൂടോട് കൂടി തന്നെ നല്ല ചൂടുള്ള ചായ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടുള്ള മൺപാത്രത്തിലേക്ക് ഈ ഒരു ചൂടുള്ള ചായ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ മൺപാത്രത്തിൻ്റെ ഫ്ലേവറൊക്കെ നമുക്ക് നന്നായിട്ട് ചായയിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ തന്തൂരി ചായ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്